ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയാടുമെന്ന രാഷ്ട്രീയ സാഹചര്യം കാരണം കലാകാരന്മാർ പോലും മൗനം പാലിക്കാൻ നിർബന്ധരാകുന്നുവെന്ന് സംവിധായകൻ ബ്ലസ്സി. ഭരണകൂടങ്ങളോടും നിലനിൽപ്പിനോടും സ്വന്തത്തോടുമുള്ള ഭയങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നതെന്നും താൻ ഉൾപ്പെടെ കലാകാരന്മാരും പ്രതികരണത്തെ ഭയപ്പെടുകയാണെന്നും ധൈര്യക്കുറവല്ല, മറിച്ച് ധൈര്യത്തെ മൂടുന്ന ഭയമാണ് പ്രശ്നമെന്നും ബ്ലസ്സി പറഞ്ഞു. PMC തർക്കത്തിൽ കടുത്ത നിലപാടുമായി CPI ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് CPI മന്ത്രിമാർ അറിയിച്ചു. ഇന്നലെ ചേർന്ന CPI സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത്. സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിറങ്ങിയ ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. ലാൽസലം എന്ന് മാത്രമായിരുന്നു പ്രതികരണം. പ്രശ്നപരിഹാരത്തിനായി MA ബേബി ഇടപെട്ടിരുന്നെന്നും ബിനോയ് വിശ്വവുമായി ഫോണിൽ സംസാരിച്ചിരുന്നെന്നും മുഖ്യമന്ത്രി അറിയിച്ച കാര്യങ്ങൾ തന്നെയാണ് ബേബിയും ആവർത്തിച്ചതെന്നും വിട്ടുവീഴ്ചയില്ലെന്ന് ബിനോയ് വിശ്വം അറിയിച്ചുമെന്നും റിപ്പോർട്ടുകൾ. ദേശീയ വിദ്യാഭ്യാസ നയത്തോട് യോജിക്കാനാവില്ലെന്നും നയം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആപത്താണെന്നും CPM ജനറൽ സെക്രട്ടറി D രാജ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് പാർട്ടി നിലപാട് ആവർത്തിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു. UDF കേന്ദ്ര സർക്കാർ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധായിരിക്കുമെന്ന് UDF സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. യൂണിവേഴ്സിറ്റി പൊതുപരീക്ഷകളെ വിദ്യാഭ്യാസ ബന്ധിൽ നിന്ന് ഒഴിവാക്കിയതായും സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കൊടിയിറങ്ങി. ഓവറോൾ ചാമ്പ്യന്മാരായ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഗവർണർ രാജേന്ദ്ര അർലേക്കർ സ്വർണ്ണക്കപ്പ് സമ്മാനിച്ചു. കായികമേളയിൽ തുടർച്ചയായ രണ്ടാം വട്ടമാണ് തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരാകുന്നത്. തൃശൂർ രണ്ടാമത്തെത്തിയപ്പോൾ കണ്ണൂർ മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ അഭിനന്ദിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. കായികമേളയുടെ നടത്ത് പരാമർശിച്ചായിരുന്നു ഗവർണറുടെ അഭിനന്ദനം. നേരത്തെ സ്പോർട്സ് എക്സ്ട്രാ കരിക്കുലം ആയിരുന്നുവെന്നും ഇന്ന് സ്പോർട്സ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നവംബർ 1 മുതൽ കേരളത്തിൽ KPC ഔദ്യോഗികമായി തുടക്കം കുറിക്കും. ദില്ലിയിൽ ചേർന്ന യോഗത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള KPC തയ്യാറെടുപ്പും തന്ത്രങ്ങളും AC നേതൃത്വം വിലയിരുത്തി. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരാണ് ഹൈക്കമാൻഡിന് മുന്നിൽ പ്രചരണ പദ്ധതികൾ അവതരിപ്പിച്ചത്. പൂർണ്ണ ഐക്യത്തോടെ ഒറ്റക്കെട്ടായ തെരഞ്ഞെടുപ്പിൽ പോരാടണമെന്ന് AC നേതൃത്വം കേരള നേതാക്കളോട് ആവശ്യപ്പെട്ടു. നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകൾ പഴിവാതുക്കൾ നിൽക്കെ കേരളത്തിലെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ACയെ വിളിച്ച അടിയന്തര യോഗത്തിൽ നേതാക്കൾ ഒറ്റക്കെട്ടായി പോയേ തീരുവെന്ന കർശന നിർദ്ദേശവുമായി രാഹുൽ ഗാന്ധി. KPC അധ്യക്ഷൻ കൂടിയാലോചന നടത്തുന്നില്ല എന്ന തെരഞ്ഞെടുപ്പ് നടക്കവേ കൂടിയാലോചന അനിവാര്യം എന്ന് യോഗത്തിൽ VD സതീശൻ പറഞ്ഞുവെന്നും എന്നാൽ നിസ്സഹകരിക്കുന്നത് പ്രതിപക്ഷ നേതാവെന്നും പലവട്ടം ചർച്ചയ്ക്ക് ശ്രമിച്ചിട്ടും വഴങ്ങിയില്ലെന്നും KPC വർക്കിംഗ് പ്രസിഡന്റുമാർ പറഞ്ഞെന്നും റിപ്പോർട്ടുകൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി കൂമ്പൻപാറയിൽ ലക്ഷം വീട് ഉന്നത ഭാഗത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിൽ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചു ജില്ലാ ഭരണകൂടം. അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ LP UP വിഭാഗങ്ങൾക്കാണ് ഇന്നും അവധി നൽകിയത്. DYFI തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന PV അനൂപിനെ CPM കുന്നംകുളം ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു. തിങ്കളാഴ്ച ചേർന്ന കുന്നംകുളം ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ജില്ലാ കമ്മിറ്റി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ആറാട്ട് ഘോഷയാത്ര കടൽക്കടുത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അറിയിപ്പ്. ഒക്ടോബർ 30 വൈകുന്നേരം 4:45 മുതൽ രാത്രി 8 വരെയാണ് വിമാന സർവീസുകൾ നിർത്തിവെക്കുക. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മുരാരി ബാബുവിന് 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കുപ്പമിരുത്തി SIT ചോദ്യം ചെയ്യും. ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാത്ത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരുവരെയും ഒരുമിച്ച് തെളിവെടുപ്പിന് കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. അടുത്ത 30 വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി. തൃശൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയുടെ പന്നിഫാമിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഫാമിലെ 30ഓളം പന്നികൾക്ക് രോഗബാധയേറ്റതായി സംശയമുണ്ട്. ബാംഗ്ലൂരിലെ SRDD ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. മണ്ണുത്തി വെറ്റിനറി ഫാമിലെ രോഗം ബാധിച്ച പന്നികളെ കൊന്നൊടുക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് കാർഷിക സർവകലാശാല അധികൃതർ. സർവകലാശാലയ്ക്ക് 226 കോടി രൂപയുടെ ബാധ്യതയെന്നും അധികൃതർ പറഞ്ഞു. കാർഷിക സർവകലാശാല ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ B അശോകന്റെ വീട്ടിലേക്ക് SFI പ്രവർത്തകർ രാത്രി പ്രതിഷേധം നടത്തി. സംസ്കൃതം അറിയാത്ത വിദ്യാർത്ഥികൾ സംസ്കൃതത്തിൽ PhD നൽകാൻ ശുപാർശ ചെയ്ത SFI നേതാവിനെതിരെ പരാതി. മൂല്യനിർണ്ണയ കമ്മിറ്റി ചെയർമാന്റെ ശുപാർശ റദ്ദാക്കണമെന്നാണ് പരാതിയിൽ ഉള്ളത്. കാര്യവട്ടം ക്യാമ്പസിലെ SFI പ്രവർത്തകർ വിപിൻ വിജയനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്.
വകുപ്പ് മേധാവി വൈസ് ചാൻസലർക്ക് പരാതി നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി ഉൾപ്പെട്ട ദുരൂഹസാഹചര്യത്തിൽ ഇടപാട് കേസിൽ അന്തിമവാദം കേൾക്കാൻ ദില്ലി ഹൈക്കോടതി വീണ്ടും മാറ്റി. SFI അന്വേഷണത്തിൽ തുടർ നടപടിക്കുമെതിരെ CMRL കമ്പനി നൽകിയ ഹർജിയിലെ വാദം കേൾക്കലാണ് അടുത്ത വർഷം ജനുവരി 13 മാറ്റിയത്. സപ്ലൈകോ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ചു. 1000 രൂപയ്ക്ക് സബ്സിഡി ചെയ്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ 1 കിലോ പഞ്ചസാരയ്ക്ക് 5 രൂപയ്ക്കും 500 രൂപയ്ക്ക് വാങ്ങുമ്പോൾ ശബരി ഗോൾഡ് ടീ പകുതി വിലയ്ക്കും ലഭിക്കും. നവംബർ 1 മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പനശാലയിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് 10% വരെ വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ചിറ്റൂർ കമ്പാലത്തറയിൽ നിന്ന് 1260 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ ആരോപണമുയർത്തി BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. മുഖ്യപ്രതി ഹരിദാസൻ ജില്ലാ സെക്രട്ടറിയുടെ സഹചാരിയാണെന്നാണ് പ്രശാന്ത് ശിവൻ പറയുന്നത്. ജില്ലാ സെക്രട്ടറിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ടായിരുന്നു ജില്ലാ പ്രസിഡന്റ് ആരോപണം. സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ CPM ലോക്കൽ സെക്രട്ടറി ഹരിദാസനാണ് പ്രതിയിലായത്. പാലക്കാട് ചിറ്റൂരിലെ സ്പിരിറ്റ് വേട്ടയിൽ മുഖ്യപ്രതിയായ CPM ലോക്കൽ സെക്രട്ടറി എന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാലക്കാട് CPM പെരുമാട്ടി ലോക്കൽ സെക്രട്ടറിയാണ് ഹരിദാസനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നതും പ്രവർത്തിച്ചതുമാണ് ചിറ്റൂർ ഏരിയ സെക്രട്ടറി പ്രതികരിച്ചു. ടൂറിസ്റ്റ് ബസ് വെച്ച് യുവതിക്ക് നേരെ ലൈംഗികതകൾ നടത്തിയ ബസ് ജീവനക്കാരൻ അറസ്റ്റിൽ. ചൂലൂർ സ്വദേശി രജീഷിനെയാണ് കോഴിക്കോട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന A1 ട്രാവൽസിന്റെ ബസ്സിൽ വെച്ചാണ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. യുവതി പരാതി നൽകിയതിനെ തുടർന്നാണ് ഇയാൾ അറസ്റ്റിലായത്. SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കായി സൗജന്യ ആകാശയാത്ര സമ്മാനിച്ച് പൊതുവിദ്യാലയം വേറിട്ട മാതൃകയായി. പരപ്പനങ്ങാടി നെടുവ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഉന്നത വിജയികൾക്ക് ആകാശയാത്രയ്ക്ക് വഴിയൊരുക്കിയത്. പരീക്ഷയ്ക്ക് മുമ്പ് സ്കൂൾ അധികൃതർ നൽകിയ വാഗ്ദാനമാണ് യാഥാർത്ഥ്യമാക്കിയത്. കൊടുങ്ങൂരിൽ കൊലക്കേസ് പ്രതിയെ ജനനേന്ദ്രിയം മുറിച്ച് വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 3 പേർ കൂടി പിടിയിൽ. കുന്നാമാവിൽ അഗതി മന്ദിരം നടത്തുന്ന ബ്രദറും കൂട്ടാളികളുമാണ് പിടിയിലായത്. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമാണോ എന്ന് പരിശോധിക്കാനുള്ള ഫുൾ സ്കെയിൽ എമർജൻസി മോഡ്കിൽ കൊച്ചി വിമാനത്താവളത്തിൽ നടത്തി. വിമാനത്താവളത്തിലെ സുരക്ഷാ ജീവനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ 2 വർഷത്തിൽ ഒരിക്കലാണ് വിമാനാപകടത്തിന് സമാനമായ സാഹചര്യം കൃത്രിമമായി സൃഷ്ടിച്ച് സമ്പൂർണ്ണ ബോക്ഡ്രിൽ നടത്തുന്നത്. പാലക്കാട് മണ്ണാർക്കാട് 10ാം ക്ലാസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണാർക്കാട് മണലടി സ്വദേശിയായ റിയാസിന്റെ മകൻ റിസ്വാനാണ് മരിച്ചത്. മണ്ണാർക്കാട് DHSS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മണലടി മസ്ജിദിനോട് ചേർന്ന ശുചിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് മണ്ണാർക്കാട് പോലീസ് പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നതിന്റെ കാരണങ്ങൾ അറിയാൻ സംസ്ഥാന ആരോഗ്യവകുപ്പും ചെന്നൈ ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡോമോളജിയിലെ വിദഗ്ധരും ചേർന്നുള്ള ഫീൽഡ് തല പഠനം ആരംഭിച്ചു. കോഴിക്കോടാണ് ഫീൽഡ് തല പഠനം ആരംഭിച്ചത്. കോവിഡ് കാലത്ത് ജീവൻ നഷ്ടമായ സ്വകാര്യ ക്ലിനിക്കുകളിലെ അടക്കം ഡോക്ടർമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്തതിൽ ശക്തമായ നിരീക്ഷണവുമായി സുപ്രീം കോടതി. ഡോക്ടർമാരെ കരുതാതിരിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളാതിരിക്കുകയും ചെയ്താൽ സമൂഹം നമുക്ക് മാപ്പ് തരില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കരൂർ ദുരന്തത്തിന് ശേഷം സജീവമായൊരുങ്ങി വിജയ്. ചൊവ്വാഴ്ച 2 പേരുള്ള വിശദമായ പ്രസ്താവനയാണ് സർക്കാരിനെതിരെ വിജയ് രംഗത്തെത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.